വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ജനം പറയും, തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും, തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. തലവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. തലവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്ദനം കേട്ടിടത്ത് നിന്നെ ഉയർത്തി. ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്ദനം കേട്ടിടത്ത് നിന്നെ ഉയർത്തി. ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തി
പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം ഒടുവിലത്തെ അധ്യായം 22-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. വേദപുസ്തകത്തിൻ്റെ ഈ ഒടുവിലത്തെ പുസ്തകത്തിൽ യേശുക്രിസ്തു വേഗം വരുന്നു, വീണ്ടും വരുന്നു എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. ഏറ്റവും മനോഹരമായൊരു വാഗ്ദത്തം. കണ്ണുനീര് തോരുവാൻ, മനുഷ്യജീവിതത്തിലെ ദുരിതങ്ങൾ അകലുവാൻ, മനുഷ്യജീവിതത്തിലെ യാതനകൾക്കും വേദനകൾക്കും അറുതി വരുത്തുവാൻ യേശു വീണ്ടും വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് അനുഗ്രഹീതമായ പ്രതിഫലങ്ങൾ തരുവാൻ ഞാൻ വീണ്ടും വരുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഓമേഗയും, ഒന്നാമനും ഒടുക്കത്തവനുമാകുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ വേലക്കാരായി തീർന്നാൽ പ്രതിഫലമുണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ 22-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഓമേഗയും, ഒന്നാമൻ ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുപ്പാൻ ഞാൻ വീണ്ടും വരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായത്തിന് 11-ാം വാക്യം ഇത് തന്നെ പറയും: ഇതാ നിൻ്റെ രക്ഷ വരുന്നു, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. ദൈവത്തിൻ്റെ വേലയ്ക്ക് പ്രതിഫലമുണ്ട്, ദൈവത്തിൻ്റെ വേലയ്ക്ക് കൂലിയുണ്ട്. എന്താണ് കൂലി? എന്താണ് പ്രതിഫലം? അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, ഇഹലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകൾ, 100 മടങ്ങ് സഹോദരീ സഹോദരങ്ങൾ, 100 മടങ്ങ് മാതാപിതാക്കൾ, 100 മടങ്ങ് ഉപദ്രവങ്ങളോടുകൂടെ സമ്പത്ത്, ഇതെല്ലാം ഇവിടെയുണ്ട്. നിത്യജീവനും ലഭിക്കും കടന്നു ചെല്ലുമ്പോൾ. ഇവിടെ ഉപദ്രവങ്ങളോടുകൂടെ സഹോദരീ സഹോദരന്മാരുണ്ടാകും. ഉപദ്രവങ്ങളോടുകൂടെ ഒരു വശത്ത് ഉപദ്രവം വന്നുകൊണ്ടിരിക്കും, പീഡകൾ വന്നുകൊണ്ടിരിക്കും, ദുരിതങ്ങൾ ഏറ്റുകൊണ്ടിരിക്കും. അനേകർ നമ്മളെ വെറുക്കുകയും പുച്ഛിക്കുകയും അറയ്ക്കുകയും ചെയ്യും. പക്ഷേ ഉപദ്രവങ്ങളോടുകൂടെ അനേകം സഹോദരീ സഹോദരന്മാർ നോക്കുണ്ടാകും. ഉപദ്രവങ്ങളോടുകൂടെ അനേകം സമ്പത്ത് നോക്കുണ്ടാകും. ഉപദ്രവങ്ങളോടുകൂടെ അനേകം മാതാപിതാക്കളെപ്പോലെ വാത്സല്യിക്കുന്നവർ നോക്കുണ്ടാകും ഈ ലോകത്തിൽ തന്നെ. എന്നാൽ കടന്നു ചെല്ലുമ്പോഴോ നിത്യജീവനം ലഭിക്കും. കർത്താവ് പറഞ്ഞതാണ്, കടന്നു ചെല്ലുമ്പോൾ നിത്യജീവൻ ലഭിക്കും. കർത്താവിൻ്റെ വേലക്കാർക്കുണ്ടാകുന്ന പ്രതിഫലം ഇവിടെ നിന്ന് ഏൽക്കേണ്ടി വരും, ശരിയാണ്. ഇവിടെ ആക്ഷേപം ഉണ്ടാകും, ശരിയാണ്. ഇവിടെ പലരും പരിഹസിക്കും. സ്വന്തക്കാരമേ ഒറ്റിക്കൊടുത്തു എന്ന് വരും. സ്വന്തം വീട്ടിൽ പോലും എതിർപ്പുകൾ വന്നു എന്ന് വരാം. പലരും നമ്മെ ശരിയായ രീതിയിൽ ധരിച്ചില്ല എന്ന് വന്നേക്കാം. നീയും പോയോ ആ കൂട്ടത്തിൽ നിന്ന് കളിയാക്കി എന്ന് വന്നേക്കാം. പഴയ നിയമത്തിലൊരു വാക്യമുണ്ടല്ലോ, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, ശൗലുമുണ്ടോ പ്രവാചകഗണത്തിൽ. അതൊരു കളിവാക്കായി നാട്ടിൽ പ്രചരിച്ചു എന്നാണ്. ശൗലുമുണ്ടോ പ്രവാചകഗണത്തിൽ, ഓ ഇവനും കൂടിയോ ആ കൂട്ടായ്മയിൽ, ഇവളും കൂടിയോ ആ കൂട്ടായ്മയിൽ, ആളുകൾ കളിയാക്കും. ശൗലുമുണ്ടോ പ്രവാചകഗണത്തിൽ,
ആ കൂട്ടരുടെ കൂട്ടത്തിൽ എവളും ചെന്ന് പോയോ, ഇവനും ആ കൂട്ടത്തിൽ ചെന്ന് വിട്ടുപോയോ എന്ന് കളിയാക്കും. സാരമില്ല, കൂലി അവൻ്റെ കയ്യിലും പ്രതിഫലം അവൻ്റെ പക്കലുമുണ്ട്. വലിയൊരു പ്രതിഫലം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വായിച്ചു വളരെ മനോഹരമായൊരു സംഭവം. എന്താണെന്നോ, ഒരിക്കൽ ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ഉണ്ടായിരുന്നു ബോസ്റ്റണിൽ, അമേരിക്കയിൽ. അദ്ദേഹത്തിൻ്റെ പേര് കിംബാൾ എന്നാണ്. കിംബാൾ അദ്ദേഹത്തിൻ്റെ സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു കൊച്ചുകുട്ടിയായിരുന്നു D.L. മൂഡി. സൺഡേ സ്കൂളിൽ ഈ കിംബാൾ പഠിപ്പിച്ച ഒരു കൊച്ചുകുട്ടി D.L. മൂഡി. D.L. മൂഡി വളരെ സുപ്രസിദ്ധനായ ഒരു സുവിശേഷകനായി തീർന്നു. വലിയ സുവിശേഷകൻ. D.L. മൂഡിയെ കൊണ്ട് വലിയ ഉണർവ് അമേരിക്കയിലെമ്പാടും ഉണ്ടായി. അത് ഷിക്കാഗോയിൽ D.L. മൂഡിയുടെ ഒരു ഷിക്കാഗോ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്, മൂഡീസ് ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്നും ലോകപ്രശസ്തമായ ഒരു വലിയ ആത്മീക പാഠശാലയാണ്. 21-ാമത്തെ വയസ്സിൽ D.L. മൂഡി ചെയ്ത പ്രസംഗം കേട്ട് F.B. മേയർ എന്ന് പറയുന്നയാൾ മാനസാന്തരപ്പെട്ടു. F.B. മേയർ. F.B. മേയറുടെ പുസ്തകങ്ങൾ, കിട്ടാവുന്നിടത്തോളം പുസ്തകങ്ങളെല്ലാം ഞാൻ സംഭരിച്ചിട്ടുണ്ട്. F.B. മേയറുടെ പുസ്തകങ്ങൾ വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങളാണ്. അതിമനോഹരമായ പുസ്തകങ്ങൾ, ഉദാത്തമായ ചിന്തകളുള്ള അത്യന്തം സുന്ദരമായ പുസ്തകങ്ങൾ. F.B. മേയർ വലിയൊരു വേദവ്യാഖ്യാതാവാണ്, വേദപുസ്തക ചിന്തകനാണ്, ഭക്ത ശിരോമണിയാണ്. ഈ F.B. മേയർ D.L. മൂഡിയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടതാണ്. F.B. മേയർ അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായി കഴിയുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് J. വിൽബർ ചാപ്മാൻ എന്ന് പറയുന്നയാൾ മാനസാന്തരപ്പെട്ടു. F.B. മേയറുടെ വാക്കുകൾ കേട്ട് പലരും മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ച് അനേകരെ പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ട്. ഈ വിൽബർ ചാപ്മാൻ അദ്ദേഹം കർത്താവിനെ സ്വീകരിക്കാൻ കാരണമായത് F.B. മേയറുടെ വാക്കുകൾ കേട്ടാണ്. ഈ വിൽബർ ചാപ്മാൻ്റെ പ്രവർത്തനം YMCAകളിൽ അങ്ങ് വ്യാപിച്ചു. ലോകമെങ്ങുമുള്ള YMCAകൾ വ്യാപിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഒരു YMCAയിൽ ചെന്നപ്പോൾ അദ്ദേഹം ബില്ലി സൺഡേ എന്ന് പറയുന്ന ഒരാളെ കണ്ടുമുട്ടി. ഒരു വലിയ സുപ്രസിദ്ധ ഉണർവ് പ്രസംഗനായ ബില്ലി സൺഡേ. ഈ ബില്ലി സൺഡേയെ കണ്ടുപിടിച്ചു. അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് പിന്നെ കുറേ നാളുകൾ പ്രവർത്തിച്ചു. അതിനുശേഷം നോർത്ത് കരോലിന എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ബില്ലി സൺഡേ വലിയ ഒരു സുവിശേഷ ക്രൂസൈഡ് നടത്തി, വലിയൊരു സുവിശേഷ യത്നം നടത്തി. കുറേയേറെ ബിസിനസ്സുകാർ മാനസാന്തരപ്പെട്ടു. അന്ന് ഒരു ബിസിനസ്സുകാരനായിരുന്നു ഈ മൊർദെഖായി ഹാം എന്ന് പറയുന്നയാൾ. മൊർദെഖായി ഹാം പക്ഷേ മാനസാന്തരപ്പെട്ട ആളായിരുന്നു. 8-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു. 9-ാമത്തെ വയസ്സിൽ ഒന്നുകൂടെ പ്രതിഷ്ഠിച്ചു. 21-ാമത്തെ വയസ്സിൽ മൊർദെഖായി ഹാം അദ്ദേഹം കർത്താവിൻ്റെ വേലയ്ക്കായി തന്നെ സമർപ്പിച്ചു. ഈ മൊർദെഖായി ഹാം പക്ഷേ ഇതിനകം പിന്നെ സമർപ്പണമെല്ലാം എടുത്തെങ്കിലും ഒരു നിയമ വിദ്യാർത്ഥിയായി പഠിച്ചു, അഡ്വക്കേറ്റായി തീർന്നു, കുറേ കാലം പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം വളരെ നല്ലൊരു ബിസിനസ്മാനായി തീർന്നു. ഈ മൊർദെഖായി ഹാം ഈ ബിസിനസ്സുകാർ മാനസാന്തരപ്പെട്ട കൂട്ടത്തിൽ ബില്ലി സൺഡേയുടെ പ്രസംഗം കേട്ട് ഈ മൊർദെഖായി ഹാം മാനസാന്തരപ്പെട്ടു. മൊർദെഖായി ഹാം അദ്ദേഹം ഒരിടത്ത് ദീർഘനാളുകൾ ദൈവത്തിൻ്റെ വേല ചെയ്തു. വളരെ നാളുകൾ വേല ചെയ്ത് അദ്ദേഹം മടുത്തു. ആരും തിരിയുന്നില്ല, ഒരു കുഞ്ഞും തിരിയുന്നില്ല. അദ്ദേഹം കരഞ്ഞു, ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു. എൻ്റെ കർത്താവേ, ആരും ദൈവ വചനം കേട്ട് തിരിയുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് എൻ്റെ പ്രസംഗം കേട്ട് ആരും തിരിയാത്തത്? അദ്ദേഹം ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് ഉപവാസത്തോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, അന്ന് ഒരാൾ മാത്രം മാനസാന്തരപ്പെട്ടു. ആ മാനസാന്തരപ്പെട്ട ആൾ ഒരു 12 വയസ്സുള്ള കുട്ടിയാണ്. 12 വയസ്സ്. ഈ 12 വയസ്സുള്ള കുട്ടി, അവൻ 12-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു. ആ കുട്ടി വളർന്നു. അവനാണ് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഡോക്ടർ ബില്ലി ഗ്രഹാം. ദൈവത്തിന് സ്തോത്രം. മൊർദെഖായി ഹാമിൻ്റെ നാളുകളുടെ പ്രയത്നം കൊണ്ട് ആരെയും കിട്ടാതിരുന്ന് ദുഃഖിച്ച് അദ്ദേഹം ദൈവപക്ഷത്തേക്ക് തിരിയാൻ ആരുമില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രസംഗിച്ചപ്പോൾ 12 വയസ്സുള്ള കുട്ടിയായിരുന്നു ബില്ലി ഗ്രഹാം. ബില്ലി ഗ്രഹാം മാനസാന്തരപ്പെട്ടു. ബില്ലി ഗ്രഹാമിൻ്റെ സുവിശേഷ യത്നങ്ങളെക്കുറിച്ച് നാം എല്ലാം ധാരാളം കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു സഭയിൽപ്പെട്ടവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത സുവിശേഷകൻ. ജീവിതത്തിൽ ഭാഗ്യവശാൽ ഒരണുപോലും തെറ്റുപറ്റാതെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ച ദൈവത്തിൻ്റെ വേലക്കാരൻ. ലോകത്തെമ്പാടും എത്രയോ പ്രാവശ്യം പല രാജ്യങ്ങളും സന്ദർശിച്ച് കർത്താവിൻ്റെ സുവിശേഷ യാത്രകളും സുവിശേഷ പ്രസംഗങ്ങളും നടത്തിയ ദൈവദാസൻ.
ഡോക്ടർ ബില്ലി ഗ്രഹാം. നോക്കൂ, ഇതിങ്ങനെ കണ്ണിയായി പോവുകയാണ്, കണ്ണിയായി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അല്പം കൗതുകം തോന്നുമായിരിക്കും. ഒരുപക്ഷേ നിങ്ങൾക്ക് ഒരല്പം ഒരു ബാലചാബല്യം പോലെ തോന്നുമായിരിക്കും ഞാൻ സംഭവം പറയാം. അത് ബാലചാബല്യമായിട്ട് നിങ്ങൾ കരുതണ്ട, ഒരു ചപലമായ വാക്കുകളായിട്ടും കരുതണ്ട. ഞാൻ 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ 36-ാമത്തെ വയസ്സിൽ പുതിയ സമർപ്പണവും പുതിയ പ്രതിഷ്ഠയും എടുത്തു. ആഴമേറിയ വിശുദ്ധീകരണത്തിനായിട്ട് എന്നെ തന്നെ വീണ്ടും സമർപ്പിച്ചു. അന്ന് ഞാൻ ഭാഗ്യവശാൽ ഈ പ്രദേശത്തുള്ള പല വീടുകളിലും ഞാൻ പോയി. ഞാൻ ഒറ്റയ്ക്ക് പോയി. ഞാൻ പറഞ്ഞു, വീണ്ടും ജന്മം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് നമ്മുടെ പുരാതന സഭകളിലുള്ളവരും അനുഭവിക്കേണ്ടതാണ്. പുരാതന സഭകളിലുള്ള നാം എല്ലാം അത് അനുഭവിക്കേണ്ടതാണ്. വീണ്ടും ജന്മം നടക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു എത്രയോ ഭവനങ്ങളിലാണ് ആ കാലങ്ങളിൽ ഞാൻ കയറി ഇറങ്ങിയത്, എത്രയോ ഭവനങ്ങളിൽ. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. അതാണ് ബാല്യാവല്യം എന്ന് പറയുന്നത്. പെങ്ങളുടെ വീട്ടിൽ ചെന്നു. ഞാൻ പറഞ്ഞു, വീട്ടിൽ മൂന്ന് പിള്ളേർ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പെങ്ങൾ അത്ഭുതപ്പെട്ടു. എന്താണ് ഇനി പറയുന്നത്? 3 പിള്ളേർ ജനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്ന് ഞാൻ തന്നെയാണ്, പിന്നൊന്ന് എൻ്റെ അമ്മയാണ്, പിന്നൊന്ന് ആലീസാണ്, എൻ്റെ ഭാര്യയാണ്. 3 കുട്ടികൾ ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അളിയനെ മനസ്സിലായി. കാരണം വീണ്ടും ജനനത്തെക്കുറിച്ച് ഞാൻ പറയുന്നതെന്ന്. അന്ന് ആലീസിന് 29 വയസ്സോ 27 വയസ്സോ മറ്റുമാണ്. അമ്മയ്ക്കന്ന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 60 വയസ്സെങ്കിലും കാണണം എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും ഇത്രയും പ്രായത്തിൽ അമ്മ ജനിച്ചു, വീണ്ടും ജനിച്ചു, ദൈവരാജ്യത്തിൽ ജനിച്ചു. പെങ്ങൾ ഇത് കേട്ടപ്പോൾ പെങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചു. അളിയൻ ആ പുതിയ സമർപ്പണത്തിലേക്ക് വന്നു. തുടർന്ന് ഈ പ്രദേശങ്ങളിലും എൻ്റെ പെങ്ങളുടെ ഭവനിരിക്കുന്ന പൂത്തൃക്ക പ്രദേശങ്ങളിലും എല്ലാം എന്തു വലിയ ചലനമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ഒരു വീണ്ടും ജനനത്തിൻ്റെ ശക്തി എനിക്ക് തരണമേ, വീണ്ടും ജനനത്തിൻ്റെ അനുഭവം എനിക്ക് തരണമേ. പഴയ മനുഷ്യൻ മരിച്ചിട്ട് ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുന്നൊരനുഭവം എനിക്ക് തരണമേ. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് ഇത്രയും വർഷങ്ങളായി. പക്ഷേ കർത്താവേ, ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ, ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോൾ, ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീണ്ടും ജനനം നടക്കുവാൻ നീ എന്നിൽ ഇറങ്ങി വരണമേ. എൻ്റെ പഴയ മനുഷ്യൻ മരിച്ച് ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുന്ന ഭാഗ്യം എനിക്ക് തരണമേ. വീണ്ടും ജനനത്തിൻ്റെ അനുഭവം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് കരുണയുള്ള കർത്താവ് പറഞ്ഞു. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. പ്രിയപ്പെട്ടവരെ, നാം ജഡപ്രകാരം ജനിച്ചു. അപ്പൻ്റെയും അമ്മയുടെയും മോനായി അല്ലെങ്കിൽ മോളായി നാം ഈ ഭൂമിയിൽ ജനിച്ചു. പക്ഷേ അത് ജഡീയമായ ജനനമാണ്. എന്നാൽ സ്വർഗ്ഗരാജ്യത്തിൽ ജനിക്കുന്നൊരു അനുഭവമുണ്ട്, പരിശുദ്ധാത്മാവിൽ ജനിക്കുന്നൊരു അനുഭവമുണ്ട്. പരിശുദ്ധാത്മാവിൽ ജനിക്കുന്ന ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ പറന്ന് നമ്മുടെ മേൽ ഇറങ്ങിപ്പോരുന്നി ആവസിച്ച് പഴയ മനുഷ്യനങ്ങ് ഇല്ലാതായിട്ട് ഒരു പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരു പുതിയ അനുഭവം. കഴിഞ്ഞതെല്ലാം തീരുന്നു. കഴിഞ്ഞ കാലത്തെ ആശയങ്ങൾ തീരുന്നു, കഴിഞ്ഞ കാലത്തെ സന്തോഷങ്ങൾ തീരുന്നു, കഴിഞ്ഞ കാലത്തെ ധാരണകൾ മാറുന്നു, കഴിഞ്ഞ കാലത്തെ പദവികൾ താഴെ വയ്ക്കുന്നു, കഴിഞ്ഞ കാലത്തെ അഭിമാന വിഷയങ്ങൾ താഴെ വയ്ക്കുന്നു, കഴിഞ്ഞ കാലത്തെ പാരമ്പര്യ വിഷയങ്ങൾ താഴെ വയ്ക്കുന്നു. കർത്താവേ, എല്ലാം താഴെ. എനിക്ക് ആത്മാവിൽ ജനിക്കണം, പരിശുദ്ധാത്മാവിൽ ജന്മം എനിക്ക് വേണം. ക്രിസ്തുവിൻ്റെ ഒരു പൈതലായി എനിക്ക് ജനിക്കണം. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. കർത്താവേ, നിൻ്റെ അവകാശിയായി, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശിയുമായി തീരുന്ന ആ മഹാഭാഗ്യത്തിലേക്ക് എനിക്ക് വരണം. സ്വർഗീയ പിതാവിൻ്റെ അവകാശം എനിക്ക് പ്രാപിക്കണം. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ദൈവത്തിന് സ്തോത്രം. ജഡത്താൽ ജനിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും സ്വത്തിൻ്റെ അവകാശിയായി. ശരിയാണ്. പക്ഷേ സ്വർഗ്ഗരാജ്യത്തിൻ്റെ അവകാശം എനിക്ക് പ്രാപിച്ചില്ല. സ്വർഗത്തിലെ അപ്പൻ്റെ മകനായി ജനിക്കുമ്പോഴാണ് അപ്പൻ്റെ അവകാശം എനിക്ക് കിട്ടുന്നത്. സ്വർഗത്തിലെ അപ്പൻ്റെ മകളായി ജനിക്കുമ്പോഴാണ്
എനിക്ക് അപ്പൻ്റെ അവകാശം കിട്ടുന്നത്, അപ്പൻ്റെ സ്വത്ത് കിട്ടുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ അപ്പൻ്റെ സ്വത്ത്? അപ്പൻ്റെ സ്വത്ത് സ്വർഗമാണെന്ന് പറയാം, ശരി. പക്ഷേ അപ്പൻ്റെ സ്വത്ത് എന്താണെന്നറിയാമോ? അപ്പൻ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. നിത്യപിതാവിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? അത് താൻ തന്നെയാണ്. ഞാൻ നിൻ്റെ പ്രതിഫലമാണ്, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണെന്ന് അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തു. അതിമഹത്തായ പ്രതിഫലമായിരിക്കും ഞാനാണ് നിൻ്റെ സമ്പത്ത്, ഞാൻ നിൻ്റെ അനുഗ്രഹമാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നല്ല, ഞാൻ നിൻ്റെ അനുഗ്രഹമാകുമെന്നാണ് പറഞ്ഞത്. എൻ്റെ സ്നേഹിതരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്നല്ല പറയുന്നത്, ദൈവം തന്നെ നിങ്ങളുടെ അനുഗ്രഹമായി മാറും. നിങ്ങളുടെ ഉള്ളിൽ യേശു ക്രിസ്തു നിറഞ്ഞു വാഴും. നിങ്ങളുടെ ഹൃദയം ക്രിസ്തു മാറ്റിത്തരും, നിങ്ങളുടെ സ്വഭാവം ക്രിസ്തു മാറ്റിത്തരും. കോപിഷ്ഠരായ ആളുകൾ ശാന്ത സ്വഭാവമുള്ളവരായി തീരും. പലപ്പോഴും ക്രൂര പ്രകൃതിയുള്ളവർ വളരെ സൗമ്യതയുള്ളവരായി തീരും. കാട്ടുമൃഗങ്ങളെ പോലെ കടിച്ചു കയറുന്ന സ്വഭാവമുള്ളവർ, ഗർജിക്കുന്ന സ്വഭാവമുള്ളവർ, പ്രിയപ്പെട്ടവരെ, അവരുടെ മൃദുലഭമായി സംസാരിക്കുന്ന, ശാന്തമായി സംസാരിക്കുന്ന പ്രകൃതമുള്ളതായേ തീരും. നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റം നമുക്ക് അനുഭവിക്കാം, നമ്മുടെ കുടുംബങ്ങളിൽ ഈ മാറ്റം നമുക്ക് അനുഭവിക്കാം, നമ്മുടെ സ്വഭാവത്തിൽ ഈ മാറ്റം നമുക്ക് അനുഭവിക്കാം. അങ്ങനെ വരുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതിൽ വളരെ ശക്തരായി തീരും, വളരെ ബുദ്ധിമാന്മാരായി തീരും. അവരുടെ ഓർമ്മശക്തി വളരെ അധികം ശക്തമായും ഉന്മിഷത്തായും തീരും. അങ്ങനെ വരുമ്പോൾ ജോലി ചെയ്യുന്നവർ കൂടുതൽ ജാഗ്രതയുള്ളവരായി തീരും, ജോലിയിൽ വിശ്വസ്തരായി തീരും, ജോലി ഏറ്റവും കാര്യക്ഷമമായി നടത്തും, ഏറ്റവും ചുമതലാബോധത്തോടെ നടത്തും, ഏറ്റവും ആത്മാർത്ഥതയോടെ നടത്തും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോൾ നാം തൊടുന്നതെല്ലാം പൊന്നായി തീരും, നാം തൊടുന്നതെല്ലാം അനുഗ്രഹമായി തീരും. തൊടുന്നതെല്ലാം പൊന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. തൊടുന്നതെല്ലാം പൊന്ന്. എൻ്റെ സ്നേഹിതരെ, ടാഗോറിൻ്റെ കവിതയാണ് ഞാൻ ഓർക്കുന്നത്. ടാഗോറിൻ്റെ മനോഹരമായൊരു കവിത. ഒരു ഭിക്ഷക്കാരനോട് തിരിക്കുകയായിരുന്നു. ഭിക്ഷക്കാരൻ, ആ പാവം ഭിക്ഷക്കാരൻ അവിടെ ഇരിക്കുമ്പോൾ അവിടെ അതിലൂടെ ഇങ്ങനെ ആളുകൾ കടന്നു പോകുന്നു. അടുത്തൊരു ഉത്സവം മറ്റും നടക്കുകയാണ്. ഉത്സവ സ്ഥലത്തേക്ക് അനേകർ കടന്നു പോകുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു രഥം വരുന്നു. രഥത്തിൽ രാജ്യത്തിലെ രാജാവാണ് എഴുന്നള്ളുന്നത്. രാജാവ് ഇങ്ങനെ വരികയാണ്, രഥത്തിൽ വരികയാണ്. ഭിക്ഷക്കാരൻ ചാടി എഴുന്നേറ്റു, എല്ലാവരും എഴുന്നേറ്റു, ഇവനും എഴുന്നേറ്റു. അവൻ്റെ ഭിക്ഷാപാത്രം അങ്ങോട്ട് നീട്ടിക്കാണിച്ചു. രാജാവ് എന്തെങ്കിലും തന്നാൽ കാര്യമായിട്ട് തരുമല്ലോ. അവൻ ആ ഭിക്ഷാപാത്രം നീട്ടിക്കാണിച്ചു. രാജാവ് അവൻ്റെ അരികത്തേക്ക് വന്ന് നോക്കി. അവൻ്റെ ഭിക്ഷാപാത്രത്തിൽ അവൻ ഏതാനും നാണയത്തുട്ടുകൾ കിട്ടിയിട്ടുണ്ട്, ചില അരിയോ മറ്റോ ബിസ്ക്കറ്റോ മറ്റോ കിട്ടിയിട്ടുണ്ട്. അതേ ഒരു ഭിക്ഷാപാത്രത്തിലുള്ളൂ. ടാഗോറിൻ്റെ മനോഹരമായ കവിതയാണ്. എന്താണ് ആ കവിതയിൽ പറയുന്നത്? രാജാവോടെ അവൻ്റെ അടുക്കൽ ഇറങ്ങി അവൻ്റെ മുമ്പിലേക്ക് ചെന്നു, അവൻ്റെ അരികത്തേക്ക് ചെന്നു. രാജാവ് അവൻ്റെ അരികത്ത് ചെന്നപ്പോഴത്തേക്ക് അവന് ആ ഭിക്ഷാപാത്രം ഇങ്ങനെ ഉയർത്തി കാണിച്ചു രാജാവിൻ്റെ നേരെ. ഉടനെ രാജാവ് അവൻ്റെ നേരെ രാജാവിൻ്റെ രണ്ട് കൈയും നീട്ടി. രാജാവിൻ്റെ കൈ രണ്ടും അവൻ്റെ നേരെ നീട്ടി. എന്തിനാണാവോ രാജാവ് കൈ നീട്ടിയത്? രാജാവ് അവൻ്റെ നേരെ കൈ നീട്ടി. അവനൊന്നും മനസ്സിലായില്ല. രാജാവ് കൈ വലിക്കുന്നില്ല. അവൻ്റെ ഭിക്ഷാപാത്രം രാജാവിൻ്റെ നേരെ, രാജാവിൻ്റെ കൈ അവൻ്റെ നേരെ. അവന് ഒന്നും മനസ്സിലാകുന്നില്ല. അവൻ എൻ്റെ പാത്രത്തിൽ കൈയിട്ടു. കിട്ടിയത് 2 തരി അരിയായിരുന്നു. 2 തരി അരി അതെടുത്ത് അവൻ രാജാവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. രാജാവ് അവൻ നോക്കി പുഞ്ചിരിച്ചു. രാജാവ് കൈ മടക്കി. രാജാവ് രഥത്തിൽ കയറി പോവുകയും ചെയ്തു. എന്താണാവോ ഇതിൻ്റെ അർത്ഥം? അന്ന് വൈകുന്നേരം അവൻ്റെ കൊച്ചു കുടിൽ അവനെത്തി. വെറും തറയിൽ അവൻ്റെ ഭിക്ഷാപാത്രം കമഴ്ത്തി നാണയങ്ങളെല്ലാം അകഞ്ഞു മാറ്റി, അരിയും ബിസ്ക്കറ്റുകളും എല്ലാം മാറ്റി. അപ്പോൾ ഉണ്ട് 2 സാധനം. അതിനകത്ത് ഏതാണ്ട് തിളങ്ങുന്ന 2 സാധനം. തിളങ്ങുന്നു. എന്താണാവോ ഈ തിളങ്ങുന്നത്? എന്താണ് ഇതുപോലെ തിളങ്ങുന്നത്? എന്താണ്? അവൻ നോക്കി, മനസ്സിലായില്ല. അടുത്ത് കാര്യവിവരമുള്ളവർ വിളിച്ചു വരുത്തി. വളരെ കാര്യജ്ഞാനമുള്ള ഒരാൾ പറഞ്ഞു, എടാ നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? എനിക്കറിയാൻ പാടില്ല. രാജാവ് കൈ നീട്ടിയപ്പോൾ ഞാൻ 2 തരി അരി കൊടുത്തു. ഇപ്പോൾ അരിയുടെ ആകൃതിയിൽ ഇങ്ങനെ ഇത് കാണുന്നുണ്ട്. എന്താ എനിക്കറിയാൻ പാടില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് ഇത് വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, എടാ നിനക്കറിയാമോ, ഇത് വിലയേറിയ രത്നമാണ്, വില തീരാത്ത രത്നമാണ്. ഈ 2 രത്നത്തിൻ്റെ വില എന്താണെന്ന് നിനക്കറിയാമോ? നീ ഇനി ഭിക്ഷക്കാരനല്ല, നീ വലിയ മഹാസമ്പന്നായി തീർന്നിരിക്കുന്നു, വലിയ കോടീശ്വരനായി തീർന്നിരിക്കുന്നു. അത്ര വിലയേറിയ രത്നങ്ങളാണ് നിനക്ക് കിട്ടിയത്. ഇപ്പോൾ അവനൊരു സങ്കടം. എന്താ സങ്കടം? എന്താ? അയ്യോ, പാത്രത്തിലുള്ളത് മുഴുവൻ കൊടുത്തോളാമായിരുന്നു, പാത്രത്തിലുള്ളത് മുഴുവൻ കൊടുത്തോളാമായിരുന്നു. എന്നാൽ എല്ലാം ഇതുപോലെ രത്നമാക്കി കിട്ടിയനേമല്ലോ. ഇതാണ് ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഒരു ഭാഗത്തിൻ്റെ അല്പം ഏകദേശമുള്ള ഒരു ആശയമാണ് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ,
അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഈ നിസ്സാര ജീവിതം യേശുവിന് അങ്ങോട്ട് കൊടുത്താൽ അവനത് പൊന്നാക്കി തരും. നിങ്ങളുടെ ഈ അല്പജീവിതം, ഈ അല്പകാല ജീവിതം, ഈ ക്ഷണികമായ ജീവിതം യേശുവിന് കൊടുത്താൽ അവനത് പൊന്നാക്കി തരും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാൻ കേട്ടോ. കാരണം അവൻ തന്നെ നിങ്ങൾക്ക് തന്നതാണ്. അവൻ്റെ വലിയൊരു രക്തമാണ് നിങ്ങൾക്ക് തന്നത്. മറ്റൊന്നും കൊടുത്തല്ല നിങ്ങൾ വാങ്ങിയത്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നാം അറിയുന്നു. ക്രിസ്തുവിൻ്റെ നിർദോഷ രക്തം, ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ആ രക്തത്തിൻ്റെ വില അറിയുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ദിവ്യജീവൻ്റെ വില അറിയുന്നുവെങ്കിൽ നാം മുഴുവനായി നമ്മെ തന്നെ കൊടുക്കും. അവൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അവൻ ഒരിക്കലും കടക്കാരനായിരിക്കുകയില്ല. അവൻ പ്രിയനേ നിനക്ക് മഹത്വത്തിൻ്റെ പദവികൾ തിരിച്ചു തരും. അവൻ നിനക്ക് പ്രതിഫലം തരും. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നേക്കും പ്രകാശിക്കും. ആ പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ സ്നേഹിതരെ നമുക്കും ചേരണം. നമുക്കും ആ കൂട്ടത്തിൽ അവർ അംഗമായി തീരണം. നമുക്ക് ക്രിസ്തുവിൻ്റെ വേലക്കാരായി തീരണം. ക്രിസ്തു വരുമ്പോൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവീൻ, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എൻ്റെ അരികിലേക്ക് വരുവീൻ എന്നുള്ള ശബ്ദം നമുക്ക് കേൾക്കണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വാക്ക് നമുക്ക് കേൾക്കണം. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്നുള്ള വാക്കുകൾ നമുക്ക് കേൾക്കണം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ കൊടുക്കാം. അവരിതാ നിങ്ങളുടെ മുമ്പിൽ വന്ന് കരം നീട്ടി നിൽക്കുന്നു. അവർ തൃക്കരങ്ങൾ നീട്ടിയിരിക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ വെച്ച് കൊടുക്കുവീൻ. അവൻ പൊന്നാക്കി തരുവാൻ വന്നിരിക്കുന്നു. അവൻ അത്യന്തം തേജോമയമായ രത്നമാക്കി മാറ്റാൻ വന്നിരിക്കുന്നു. നക്ഷത്രമാക്കി മാറ്റാൻ വന്നിരിക്കുന്നു. തേജോ ഗോളമാക്കി മാറ്റാൻ വന്നിരിക്കുന്നു. തീക്കനലാക്കി മാറ്റാൻ വന്നിരിക്കുന്നു. തീജ്വാലയായി ആളിക്കത്തുന്ന അത്ഭുതകരമായ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ ഉയർത്തുവാൻ വന്നിരിക്കുന്നു. പ്രിയരേ, അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. ഭാവി ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് കൊടുത്ത് നിങ്ങളുടെ ജീവിതം സമ്പന്നമാക്കുവീൻ, സമ്പുഷ്ടമാക്കുവീൻ, സംശുദ്ധമാക്കുവീൻ, അനുഗ്രഹം പ്രാപിപ്പീൻ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, സ്വർഗീയ പിതാവേ, ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ കൃപയുടെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വേലക്കാരൻ തന്നതായ ആഹ്വാനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രതിഫലം അവിടുത്തെ കാര്യങ്ങളിൽ ഉള്ളതിലായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരെയും തലോടണമേ. കണ്ണുനീര് തുടയ്ക്കണമേ. രോഗബാധകൾ മാറ്റണമേ. ഭാരങ്ങൾ അകറ്റണമേ. ദുഃഖവിഷയങ്ങൾ നീക്കണമേ. കുടുംബങ്ങളിലേക്ക് സമാധാനം അയക്കണമേ. കുടുംബ സമാധാനവും കുടുംബശാന്തിയും അയക്കണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.